സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. വെയ്യായി തണിയായി യമാനനാം വിമല പൊയ് ആയിനേ എല്ലാം പൊയ് അകലവന്ത് അരുളി மெய் ஞானமாகி மிளிர்க்கின்று மெய்ச்சுடரே எஞ்ஞானம் இல்லாதேன் இன்பப் பெருமானே அஞ்ஞானம் தன்னை அகல்விக்கும் நல்லறிவே. ഉപനിഷത്ത് വാക്യമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ മാണിക്യവാചകർ സ്വാമി ശിവപുരാണത്തിലൂടെ നമുക്ക് ഈ ഭാഗത്തിൽ തരുന്നു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. സത്യം എന്ന് വെച്ചാൽ മാറാത്തത് എന്നർത്ഥം. മാറാത്ത പൊരുൾ ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനെ മെയ്യേന്ന് വിളിച്ചു മാണിക്യവാചകർ സ്വാമി. മുന്നിൽ നമ്മളെടുത്ത വഴിയിൽ മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് ഇன்று വീടുട്രേൻ. എപ്പോൾ സത്യദർശനം ഉണ്ടാവുമോ, എപ്പോൾ സ്വപ്നം സത്യം അല്ലാന്ന് നമ്മൾ ഉണർന്ന് തെളിയണോ, പിന്നെ ആ സ്വപ്നത്തിന് പിന്നാലെ ഓടയില്ല. അതുപോലെ ഈ അജ്ഞാനമാകുന്ന ജഗത്തില് സത്യമാണെന്ന് കരുതി നമ്മൾ ഓരോന്നിൻ്റെ പിന്നാലെ ഉള്ള ഓട്ടമുണ്ട്. എപ്പോ ജ്ഞാനമാകുന്ന ഉണർവിലേക്ക് നമ്മൾ എത്തുന്നില്ലേ, പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടച്ചോരോയമാത്മനഃ. ജനകൻ കൂടെ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു, ഒരു കള്ളനെ കണ്ടുപിടിച്ചു, ഇത്ര നാൾ എന്നെ പറ്റിച്ച ഒരു നാടകക്കാരനെ ഞാൻ കണ്ടുപിടിച്ചു. ആരാന്ന് വെച്ചാൽ മനോനാമ. മനസ്സ് ഇത്ര കാലം ഒരു സിനിമ കാണിച്ചുകൊണ്ടിരുന്നു. ഒരു സിനിമയിൽ 2 മണിക്കൂർ പോയി നമ്മൾ ഇരുന്ന് കണ്ട് കരഞ്ഞ് അല്ലേ, സെൻറ്റിമെൻ്റൽ ഫിലിം. ചിലർക്ക് അതേ ഇഷ്ടം. സെൻറ്റിമെൻ്റൽ സിനിമ കണ്ട് കരയൽ തന്നെ ശീലമായിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞേ പഴക്കം. അങ്ങനെ ചില കൂട്ടരുണ്ട്. അതുപോലെ ഈ ഒരു ഫിലിം കാണിച്ച് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ ആ മനസ്സ് എന്നൊരു ഘടകത്തെ നമ്മൾ കടന്നുവോ, ആ ടൈമിൽ നമുക്ക് സത്യദർശനമുണ്ടായി. മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് ഇன்று വീടുട്രേൻ. മുക്തി കിട്ടി. എത്രയും എന്തിൽ നിന്നും മുക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തി, സംസാരത്തിൽ നിന്നും മുക്തി അല്ലേ. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മരിച്ചു കഴിഞ്ഞാലാണ് മുക്തി. മരിച്ചു കഴിഞ്ഞാലൊന്നും തത്കാല റിലീഫ് എന്നേ ഉള്ളൂ, നോട്ട് അറ്റ് ഓൾ എ മുക്തി. അത് മുക്തിയേ അല്ല, തത്കാലത്തേക്കുള്ള റിലീഫ് തരണു ഭഗവാൻ ഈശ്വരൻ. മൃത്യവേ സ്വാഹ മൃത്യവേ സ്വാഹ. തത്കാലത്തേക്ക് മൃത്യു നമുക്കൊരു പരിഹാരമേ അല്ല. മൃത്യു വീണ്ടും വീണ്ടും ജനിച്ച് ജനിച്ച് ജനിച്ചു വീണ്ടും മരിക്കണതേ തൊഴിലായി പോവത്രേ. അപ്പോൾ ആദ്യം മെയ്യേന്ന് വിളിച്ചു. മെയ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറാത്തതായിട്ടുള്ള ഒരു സത്വസ്തു, സത്ത്, ദാറ്റ് ഈസ് സത്യം. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം സത്യമാണ്. ആത്മാവിൻ്റെ ലക്ഷണം എന്താ? സത്യമാണ്. എന്തെല്ലാം മാറിക്കോട്ടെ, ഈ പ്രപഞ്ചം മുഴുവൻ മാറിക്കോട്ടെ, ഈ കാണപ്പെടുന്ന വസ്തുക്കളും ഒക്കെ മാറിക്കോട്ടെ, മനസ്സു മാറിക്കോട്ടെ, പക്ഷെ ആത്മാവ് നിത്യസിദ്ധമായിട്ട് ഒരു കാലത്തും മാറാതിരിക്കണം.
അതുകൊണ്ട് അതിനെ തന്നെയാണ് മെയ്യേ എന്ന് വിളിച്ചത്. ഭഗവാന്റെ ഒരു നാമം തന്നെയാണ് ആത്മായ നമഃ. പരമേശ്വരന്റെ ഒരു നാമമാണ് ആത്മാ എന്ന് പറയണത്. അപ്പൊ മെയ്യേ എന്ന് വിളിച്ചു. അടുത്ത വരിയിൽ പറയാണ്, വെയ്യായി തണിയായി ഇയമാനനാം വിമല പൊയ് ആയിനെ എല്ലാം പൊയ് അകലവന്ത് അരുളി. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖത. ഗീതാവാക്യം അതുപോലെ പറഞ്ഞിരിക്കുന്നു. ഇതുവരേക്കും എനിക്ക് ചൂടുന്നു, പൊള്ളുന്നു, വെളിയിലൊരു സൂര്യൻ യജ്ഞാദി കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സൂര്യൻ അധ്യക്ഷതയിൽ നിൽക്കണു ഒക്കെ ഉണ്ടായിരുന്നു ഇതുവരയ്ക്കും. പക്ഷെ അതിനെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവാനെ എപ്പോ ദൃഷ്ടിയിൽ വന്നോ, ഭഗവാൻ എപ്പോ അനുഭവത്തിൽ വന്നോ, ഈ പൊയ്യായിനെ എല്ലാം പൊയ് അകലവന്ത് അരുളി. പൊയ്യായ എല്ലാം മായയും അല്ലേ. ഈ കാണപ്പെടുന്നത് ഒരു മായ, വീട്ടിൽ കുടുംബം എന്ന് പറയുന്നത് ഒരു മായ, നമ്മളെ കരിയർ എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണല്ലോ, അത് വലിയൊരു മായ. ഈ മായയിൽ നിന്ന് നമ്മൾ ഈശ്വരന്റെ പദത്തിനെ കണ്ടതും കൈവിട്ടു പോയി, എല്ലാം പോയി, മായ മുഴുവൻ മാഞ്ഞുപോയി, മുഴുവൻ അങ്ങോട്ട് മാഞ്ഞുപോയി. എപ്പോഴാണ് മാഞ്ഞു പോയതെന്ന് വെച്ചാൽ ഭഗവാനെ കണ്ടപ്പോഴും, ഭഗവാന്റെ ദൃഷ്ടി വന്നപ്പോഴും. അതുവരയ്ക്കും എനിക്ക് യജ്ഞാദി കാര്യങ്ങൾ സൂര്യനെ അഭിമുഖമായിട്ട് ചെയ്യേണ്ടി വരും. കാക്കശ്ശേരി ഭട്ടതിരി എന്നൊരു വലിയൊരു മഹാത്മാ, ഒരു വലിയൊരു അവധൂതൻ, വലിയ ജ്ഞാനി, സംസ്കൃതജ്ഞാനം, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ശാസ്ത്രജ്ഞാനമുള്ള കുട്ടി. അദ്ദേഹം പിൽക്കാലത്ത് ഒരു അവധൂതനായി ഒരു നദീകര തീരത്തിലിരുന്നിട്ട് ആകാശത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ, വേദപാഠശാല കുട്ടികളെല്ലാം അവിടെ ഇരുന്ന് ഒരു വാദ്യാർ സന്ധ്യാവന്ദനാദി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണു. അദ്ദേഹവും ചെയ്യണു. ഇദ്ദേഹം ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചില്ല, ചിലരൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റൊരാൾ ചെയ്യാതിരിക്കുമ്പോൾ പോയി ക്വസ്റ്റ്യൻ ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ ആൻ അജ്ഞാനം അല്ലേ. ചെയ്തുകൂടെ എന്ന് ചോദിക്കും ചിലർ. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണു, അവൻ ചെയ്യണില്ല, ഒരു അഭിമാനം വരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എന്താ ഒരു ജപം ഒന്നും ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞത്, തീട്ടുണ്ട്, തീട്ട്. എന്താ തീട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അജ്ഞാനമാകുന്ന ഒരു അമ്മ മരിച്ചുപോയി. അജ്ഞാനമാകുന്ന ഒരു അമ്മ മരിച്ചുപോയി. പിന്നെന്താന്ന് വെച്ചാൽ ജ്ഞാനമാകുന്ന ഒരു കുട്ടിയും ജനിച്ചു അത്രേ. അജ്ഞാനമായിരുന്ന ഒരു അമ്മ മരിച്ചുപോയി, ജ്ഞാനമാകുന്ന ഒരു കുട്ടിയും ജനിച്ചു. ഇനി തീട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ അനുഷ്ഠാനം ചെയ്തൂടെ, സന്ധ്യാവന്ദനം ചെയ്തൂടെ? അപ്പൊ ഇദ്ദേഹം സംസ്കൃതത്തിൽ ഒരു ശ്ലോകം, ഹൃദയാകാശേ ചിദാദിത്യഃ സദാഭാസി നിരന്തരം കഥം സന്ധ്യാ ഉപാസ്മ്യഹം. ഹൃദയത്തിന്, ഹൃദയമാകുന്ന ആകാശത്തിൽ, യോ വേത നിഹിതം ഗുഹായാം പരമേ വ്യോമൻ, ഹൃദയമാകുന്ന ആകാശത്തില് ചിദാദിത്യ, ചിത്താകുന്ന, ആനന്ദമാകുന്ന, ബോധമാകുന്ന സൂര്യൻ ഉദിച്ചിരിക്കുന്നു. സദാഭാസി നിരന്തരം, നിത്യവും ജ്വലിച്ചു പ്രകാശമായിരിക്കണു. കഥം സന്ധ്യ ഉപാസ്മ. ഇവിടെ അസ്തമയവും ഇല്ല, ഉദയമില്ല, പിന്നെ എന്തു സൂര്യനെയാ ഞാൻ ഉപാസിക്കേണ്ടതെന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ ജ്ഞാനം വന്ന മറ്റു മായകളെല്ലാം പോയി. ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, ജഗത് മിഥ്യ. ഇപ്പോ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഒരു സ്വാമിയെ കണ്ടു, ശിവാനന്ദ സരസ്വതി, ഒരു ദണ്ഡി സ്വാമി. വാരണാസി, കാശിയിൽ കേന്ദ്രമാക്കി അവരുടെ ആശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഇവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് വാട്ട് ഈസ് അദ്വൈത എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലൊരു വിചാരം ചെയ്ത് വന്ന്, നമുക്ക് അറിയാമെന്നുള്ളത് എന്തൊക്കെയോ കേട്ടതോ ശ്രവണം ചെയ്തതോ ഒക്കെ ഒന്ന് വിചാരം ചെയ്തു. അദ്ദേഹം പറയാണ്, ഞാൻ ജോഗ്രഫിയിൽ പ്രൊഫസറായിരുന്നു. ജോഗ്രഫിയിൽ പ്രൊഫസറായിരുന്നു.
ഇപ്പൊ സന്യാസി എന്താന്ന് വെച്ചാൽ ശങ്കരാചാര്യർ ഒരു വാക്യം പറഞ്ഞു അത്ര, ജഗത് മിഥ്യ. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജഗത് അല്ലേ. ബട്ട് ശങ്കരാചാര്യരുടെ ജഗത്തിൽ ഈ ശരീരം ഓൾസോ, ബയോളജി, എവറിത്തിങ് ആ ജഗത്തിൽ പെട്ടു. അപ്പൊ ജോഗ്രഫിയുടെ പ്രൊഫസറായിരുന്ന ആള് ജഗത് മിഥ്യാന്ന് കണ്ടപ്പോഴേ അത് വിട്ടു അത്ര. സന്യാസം സത്യത്തിലേക്ക് അല്ലെ, ബ്രഹ്മസത്യം. അപ്പൊ ഇവിടെ വെയ്യായി തണിയായി യമാനനാം വിമലാം, ജീവനുണ്ട്, ഇതിനെ സംരക്ഷിക്കണം എന്നൊരു ഭാവം. യമാനൻ, യജമാനൻ. എന്താ യജമാനൻ? ഈ ശരീരത്തിന്റെ യജമാനൻ ഈ ജീവൻ. ഇതിനൊന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നതിലെ ധാരാളം കാശുണ്ടാക്കുന്നത്. ഇതിനെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ധാരാളം ബന്ധം വയ്ക്കണത്. ഇതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താനാണ് ബാക്കി കർമ്മങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ജീവനെ നിലനിർത്താൻ, പ്രാണനെ നിലനിർത്താനുള്ള ഓട്ടം അതെല്ലാം പോയി. എപ്പോഴാ പോയതെന്ന് വെച്ചാൽ അതെല്ലാം ഒരു മായാന്ന് അറിഞ്ഞപ്പോൾ പോയി. അതിൻ്റെ പിന്നാലെ ഓടിയ ആൻസറേ കിട്ടില്ല. അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് ആൻസറേ കിട്ടില്ല. അപ്പം ആൻസർ കിട്ടും. എന്താ? ഇതൊക്കെ മിഥ്യയാണ് എന്നൊരു ആൻസർ കിട്ടും. എപ്പോൾ? വാസ്തവത്തിലെ ക്വസ്റ്റ്യൻ എപ്പോൾ അറൈസ് ആവണോ അപ്പോൾ കിട്ടും. വാസ്തവത്തിലെ ക്വസ്റ്റ്യൻ എപ്പോൾ അറൈസ് ആവണോ അപ്പോൾ കിട്ടും. എന്തുകൊണ്ട് അറൈസ് ആവണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രാസ്പർശാസ്തു, ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ആയിട്ട് വി ആർ ഇന്റർലിങ്ക്ഡ്. നമ്മൾ ഇന്റർലിങ്ക് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഉത്തരത്തിന് ആൻസർ അല്ലെ, ആ ക്വസ്റ്റ്യന് ആൻസർ കിട്ടേയില്ല. വേദാന്തം പോലും നമ്മൾ ഇന്റലക്ച്വലി തലയിലിരുന്ന എല്ലാവർക്കും, നല്ല ബുദ്ധിശാലിയായിട്ടുള്ള എല്ലാവർക്കും ഒക്കെ വേദാന്തം ഇന്റലക്ച്വലി തലയിലിരിക്കും. നമ്മളും കുറേ കാലം അങ്ങനെ വേദാന്തം ഇന്റലക്ച്വലി തലയിൽ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ അനുഭവത്തിൽ വരണില്ലല്ലോ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ശാസ്ത്രികൾ പറഞ്ഞ്, അവര് കറക്റ്റ് നാമം അറിയില്ല, അവര് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. വലിയ വേദാന്ത വിത്ത്, വേദാന്തം മുഴുവൻ, ഇപ്പൊ സബ്ജക്ട് വൈസിൽ വേദാന്തം മുഴുവൻ അറിയാം. അങ്ങനെ ഇദ്ദേഹം ഒരു 11 മണിക്ക് നല്ല ചൂടത്ത് മഹർഷി ഈ മല ഒന്ന് കയറും. തിരുവണ്ണാമലയ്ക്ക് പോയവർക്കറിയാം, നല്ല സുഖമായിരിക്കും അവിടുത്തെ ചൂട്. അപ്പോൾ ആ ചൂടത്ത് അദ്ദേഹം ആ മല അങ്ങോട്ട് കയറാൻ പോയപ്പോൾ ഇദ്ദേഹം കൂടെ പോയി. ഭഗവാനോ നഗ്നപാതരായിട്ടാണ് കയറുന്നത്. നഗ്നപാദമായിട്ട് മഹർഷി കയറി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം കൂടെ നഗ്നപാതനായിട്ട് മേലേക്ക് കയറി. ഭഗവാൻ രമണ മഹർഷി അങ്ങനെ വേദാന്ത വിചാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വയ്യ. അദ്ദേഹം അവിടുന്ന് മരമേ ഇല്ല. ഇപ്പൊ കാണുമ്പോൾ നിറച്ച് മരമുണ്ട്, പണ്ടൊന്നും മൊട്ട മല. അദ്ദേഹം ഒരിടത്ത് നിർത്തി, ഭഗവാനെ ചുടരുത്, ഭഗവാനെ മുടിയല്ല ഭഗവാനെ. അതുവരയ്ക്കും വേദാന്ത വിചാരം ചെയ്ത് മുന്നിൽ നടന്നു പോയ മഹർഷി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, വേദാന്തം തരുമോ ഇല്ലയോ, വേദാന്തം അറിയോ എന്ന് ചോദിച്ചു. അല്ലേ, വേദാന്തത്തിൽ എന്താ പറയണത്? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയമല്ല എന്ന് പറയണു. ഇതാ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും ഒരു വേദനയിൽ പോയി നിൽക്കുന്നു. അല്ലേ, മാത്രസ്പർശാസ്തു കൗന്ദേയ. എന്നിട്ട് പറഞ്ഞു സൂര്യോഹം എന്ന് ജപിക്കാൻ പറഞ്ഞു. അത്ര ഉപദേശമാണത്. സൂര്യനിക്ക് ചുടുമ എന്ന് ചോദിച്ചു. അല്ലേ, സൂര്യനാണ് വലിയ താപം ഉണ്ടാക്കുന്നത്, ഈ സൂര്യന് ചൂടടിക്കുമോ? സൂര്യോഹം എന്ന് ഉപാസന ചെയ്യുമെന്ന് പറഞ്ഞു. സൂര്യോഹം, ഞാൻ സൂര്യൻ, അഹം സൂര്യ, ഞാൻ സൂര്യനാണ് എന്ന് നീ പോയി ഉപാസിക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ വെയ്യായി തണിയായി യമാനനാം വിമല, ഭഗവാനെ നമ്മൾ ഉഷ്ണമായിട്ട് കണ്ടോളാം. ഉഷ്ണം വന്നാലും അത് ഭഗവത് പ്രസാദമാണെന്ന് അറിഞ്ഞുകൊള്ളുക, നമുക്ക് വിഷമം വരില്ല. അല്ലേ, സുഖം വന്നാലും ഭഗവത് പ്രസാദം എന്ന് കരുതിക്കൊള്ളാം. അപ്പോൾ വലിയ ചൂടടിച്ച് നിൽക്കണതാരാ? സൂര്യൻ തന്നെ. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി.
എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ഒരേ ഒരു സത്യമാണ്, ഒരേ ഒരു വസ്തുവാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റതൊന്നും നമുക്ക് വാസ്തവത്തിൽ കുറവേ തരില്ല. ഈശാവാസ്യം ഇതം സർവം. സർവം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്താൽ, മൂടിയ വച്ചാൽ, കവർ വിത്ത് ഈശ്വര, അങ്ങനെ വെച്ചാൽ എന്താ നമുക്ക് ഹർട്ട് ചെയ്യാൻ പോണത്, എന്താ നമുക്ക് ഹാനി തരാൻ പോണതില്ലേ? അപ്പം അതുകൊണ്ട് വെയ്യായി സൂര്യനായി നിൽക്കണത് ഭഗവാൻ തന്നെയാണ്. തണിയായി ചന്ദ്രൻ അല്ലേ, നല്ല പൂർണ്ണ ചന്ദ്രൻ, പൂർണ്ണ നിലാവ്, നല്ല തണുപ്പുള്ള രാത്രി. ആ ചന്ദ്രനായി നിൽക്കുന്നതും ആരാന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ്. യമാനനാം വിമല, യജമാനൻ, എല്ലാവരുടെ ഉള്ളിലും യജമാനനായിട്ടിരിക്കുന്നത്. യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി, എല്ലാവരുടെ ഉള്ളിലും ആ അനുഭൂതിരസമായിട്ട്, അനുഭവമായിട്ടിരിക്കുന്നതും കേവല ആനന്ദരൂപം, അനുഭവസ്വരൂപമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ജീവനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വിമല എന്ന് വിളിച്ചു ഭഗവാനെ, എന്ന് വെച്ചാൽ മലമേ ഇല്ലാത്തത്. മലം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതായിട്ടുള്ള ഭഗവത് സ്വരൂപമേ. പൊയ് ആയിനെ എല്ലാം പൊയ് അകലവന്ത് അരുളി. ഈ മായ, പൊയ് എന്ന് പറഞ്ഞ മായ, ശരീരത്തിന് ഒരു പേര് പൊയ് എന്ന് വിളിച്ചു രമണ മഹർഷി. പൊയ്യാം ഉടമ്പുലകം, പൊയ്യാം ഉടമ്പ് ഉലകം എന്ന് പറഞ്ഞു അല്ലെ. ഉലകം ഉടമ്പ് എന്ന് പറഞ്ഞില്ല, കാരണം എന്താ, ഈ ഉടമ്പിലൂടെ നമ്മൾ ഉലകത്തിനെ കാണുന്നത്. ഈ ഉടമ്പ് ഫസ്റ്റ് പോയി, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇഗ്നറൻസ്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ന ഭൂമി ന തോയം ന തേജോ ന വായു ന ഖംനേന്ദ്രിയം വാ ന തേഷാം സമൂഹ. ഇതെല്ലാം കൂടിച്ചേർന്നൊരു മിശ്രമുണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കൂടെ തെറ്റാണ്. കാരണം ശരീരം നമുക്ക് വേണം അല്ലെ, ശരീരം എന്നൊരു ഉപാധിയിലൂടെ മാത്രമേ നമുക്ക് ജഗത്തിനെ കാണാൻ പറ്റൂ. ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മനസ്സിലൂടെ ഇത് സൂക്ഷ്മമായിട്ട് പോകണം നമുക്ക് അല്ലേ. ആ മനസ്സിലൂടെ നമുക്ക് ജഗത്തിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇഗ്നറൻസ് ഈസ് ദാറ്റ് ഐ തോട്ട്, ഞാൻ ഈ ശരീരം എന്നൊരു തോട്ട്, ആ തോട്ടാണ് ഫസ്റ്റ് ഇഗ്നറൻസ്. അതുകൊണ്ട് പോയി ആയിനെ എല്ലാം പോയി അകലവന്ത് അരുളി. ഭഗവത് നാമം കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവത് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൻ്റെ ദർശനം ഉണ്ടായാൽ, സത്യദർശനമുണ്ടായാൽ പിന്നെ കാണുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം ഏവ ജയത്തെ നാ അനൃതം. പിന്നെ ആ തെറ്റില്ല, പോയി സത്യം മാത്രം വിളങ്ങിയില്ലേ. ഒരു ലൈറ്റ് കത്തിയ ഇരുട്ടേ പോയി, ഒരു ചെറിയ ഒരു ഇരുട്ട് കൂടെ ഇല്ല അവിടെ. അതുപോലെ അജ്ഞാനത്തിന് മുഴുവൻ ഭഗവാൻ തുടച്ച് നീക്കി അങ്ങോട്ട് മാറ്റുകയാണ്. കിൽബിഷരജോ എങ്ങനെയാ മാറ്റിയതെന്ന് വെച്ചാൽ സത്സംഗത്തിലൂടെ, പരമ ഔഷധമായ ഭഗവത് നാമത്തിലൂടെ. നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം, പരമമായ ഔഷധമാണ് നമഃശിവായ. ഒരു പഞ്ചാക്ഷര മന്ത്രം അല്ലേ, നമഃശിവായ വാഴ്ക നാഥൻ താഴ്വാഴ്ക അല്ലെ. നമഃശിവായ അതെന്താ, സത്സംഗം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിതഃ കിൽബിഷരജോ ദളന്തി ദീകുല്യ സരണിഷു പതന്തി വിജയതാം. ഭഗവത് നാമമാകുന്ന ആ ഡിറ്റർജന്റ്, ഭഗവത് നാമമാകുന്ന ആ അജ്ഞാനനാശിയെ നമ്മൾ എടുത്ത് ശ്രവണം ചെയ്താൽ ആ അജ്ഞാനം മുഴുവൻ അങ്ങോട്ട് മാഞ്ഞു പോകും, മായ മുഴുവൻ പോകും. സത്യത്തിനെ നമ്മൾ ശ്രവണം ചെയ്താൽ നമുക്ക് അസത്യം പോയി പോകും അല്ലേ. ഇന്നലെ വരെ നമ്മൾ എന്തോ സത്യം എന്ന് കരുതി, എപ്പോൾ വാസ്തവത്തിലെ വിദ്യ കൊണ്ട് നമ്മളെ ആ സത്യദർശനം നമുക്ക് തരുമ്പോൾ ഇന്നലെ വരെ നമ്മൾ തിങ്ക് ചെയ്ത് വച്ചിരുന്നത് ഇല്ലാതായി പോകും, തുടച്ചു നീക്കപ്പെടും. ABCD ഇന്നലെ വരെ തെറ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു, ഇന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തെറ്റ് വരില്ല അല്ലേ. അറിയാതെ വന്നാൽ കൂടെയും നമ്മൾ എന്തു പറയും, തെറ്റിപ്പോയി എന്ന് മനസ്സിലാവും അല്ലേ. അപ്പം അതുകൊണ്ട് ഇത് ശ്രവണം ചെയ്യുക, ഈ ഔഷധത്തിനെ എടുക്കുക,
ഈ ഔഷധം പതുക്കെ 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 ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ അകത്ത് പോയ റിയാക്ഷൻ കൂടെ നമ്മൾ പഠിക്കണമെന്ന് ആവശ്യമില്ല, അത് കഴിക്കാം. ഇതകത്തു പോയി ഒരു റിയാക്ഷൻ ഉണ്ടാക്കും, ഒരു ആക്ഷൻ ഉണ്ടാക്കും. അതിനെപ്പറ്റി നമ്മൾ ബോധേഡാവേ വേണ്ട. ആ ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൊയ്യായിനെ എല്ലാം പൊയ് അകലവന്ത് അരുളി മെയ്ജ്ഞാനമാകി മിളിർക്കിன்ற മെയ്ച്ചുടരേ. അല്ലേ സത്യം എന്ന് വിളിച്ചു. ആ സത്യം വന്നപ്പോൾ പൊയ്യെല്ലാം പോയി. അടുത്തത് എന്താന്ന് വെച്ചാൽ ജ്ഞാനം, ബ്രഹ്മത്തിൻ്റെ ലക്ഷണം ജ്ഞാനം. സത്യം സ്ലാഷ് ജ്ഞാനം സ്ലാഷ് ആനന്ദം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷണം, ജ്ഞാനം. അതുകൊണ്ട് ഭഗവാൻ എന്താ മെയ് ജ്ഞാനം ആകി മിളിർക്കിன்ற മെയ് ചുടരേ, ജ്ഞാനമാകുന്ന അഗ്നി എന്ന് വിളിച്ചു ഭഗവാനെ. ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി. ഭഗവാനെ ജ്യോതി സ്വരൂപനെ എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ മെയ് ചുടരൈ, അതായത് സത്യജ്യോതി, ബ്രഹ്മമാകുന്ന ജ്യോതി. ആ ജ്യോതിസ്വരൂപനെ മെയ് ചുടരേ, മെയ് ജ്ഞാനം, സത്യമാകുന്ന ജ്ഞാനം, സത്യത്തിനെ കുറിച്ചുള്ള അറിവേ സ്വരൂപം ആകി മെളികിണ്ട്, അത് വിളങ്ങണത്, സ്വയം പ്രകാശിതമായിട്ടുള്ളത്. തമേവ ഭാന്തം അനുഭാതി സർവം, അത് തന്നെ സ്വയമേവ പ്രകാശിക്കണു, അത് തന്നെ സർവത്തിനെയും പ്രകാശിക്കണു. ആ പ്രകാശിപ്പിക്കണതായിട്ടുള്ള മെയ് ചുടരേ, ജ്യോതിയെ, വലിയൊരു ജ്യോതിസ്വരൂപനെ എന്ന് വിളിച്ചു. ഭഗവാന്റെ ജ്യോതിസ്വരൂപത്തെ ജ്ഞാനമേന്ന് വിളിച്ചു. തുടർന്ന് നമുക്ക് നാളെ വിശദമായിട്ട് ഇത് കാണാം.